നമസ്കാരം. യുദ്ധതന്ത്രങ്ങൾ ആകെ മാറുകയാണ്. പണ്ട് മിസൈലുകളും യുദ്ധവിമാനങ്ങളും ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് ചെറിയ ഡ്രോണുകൾ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അടുത്ത കാലത്തായി യുക്രൈൻ റഷ്യ യുദ്ധത്തിലും മിഡിൽ ഈസ്റ്റിലും നാം കണ്ടത് ഡ്രോണുകളുടെ കരുത്താണ്. എന്നാൽ ഇപ്പോൾ ഇതാ ഇന്ത്യൻ സൈന്യവും ഈ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. വെറുമൊരു ഡ്രോൺ മാത്രമല്ല, ശത്രുവിന്റെ ഒളിത്താവളങ്ങളിൽ കൃത്യമായി ബോംബ് വർഷിച്ച് തിരികെ വരുന്ന ഹെക്സാകോപ്റ്റർ ബോംബർ ഡ്രോണുകൾ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് FPV അല്ലെങ്കിൽ കാമിക്കാസെ ഡ്രോണുകളെ കുറിച്ചാണ്. അവ ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ഇടിച്ചു തകരുകയാണ് പതിവ്. അതായത് ഒരു ഡ്രോൺ കൊണ്ട് ഒരു ആക്രമണം മാത്രം. എന്നാൽ ഇന്ത്യൻ സൈന്യം വികസിപ്പിച്ച ഈ പുതിയ ബോംബർ ഡ്രോണുകൾ ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ്. ഇവ ലക്ഷ്യസ്ഥാനത്ത് ബോംബുകൾ ഇട്ട ശേഷം സുരക്ഷിതമായി തിരികെ വരും. വീണ്ടും വെടിമരുന്ന് നിറച്ച് അടുത്ത ആക്രമണത്തിന് ഇവ സജ്ജമാകും. ഒരേ ഡ്രോൺ തന്നെ ആവർത്തിച്ച് ഉപയോഗിക്കാം എന്നത് സൈന്യത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ഈ ഡ്രോണുകളുടെ മറ്റൊരു വിസ്മയിപ്പിക്കുന്ന വശം ഇതിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ്. ഇന്ത്യൻ സൈന്യം തന്നെ സ്വന്തമായി 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇതിനാവശ്യമായ വെടിമരുന്നുകൾ നിർമ്മിക്കുന്നത്. യുദ്ധമുഖത്ത് പെട്ടെന്ന് ആയുധങ്ങൾ ആവശ്യമായി വരുമ്പോൾ ഫാക്ടറികളെ കാത്തു നിൽക്കാതെ തന്നെ സൈന്യത്തിന് ഇവ നിർമ്മിച്ചെടുക്കാം. ചെലവ് വളരെ കുറവാണെന്നതും കൃത്യത കൂടുതലാണെന്നതും ഇതിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. അടുത്ത കാലത്ത് നടന്ന കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷനുകളിൽ, അതായത് ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഈ ഡ്രോണുകൾ വിജയകരമായി ഉപയോഗിച്ചു കഴിഞ്ഞു. കാടുകളിലോ ദുർഘടമായ മലനിരകളിലോ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ നേരിടാൻ നമ്മുടെ സൈനികർ നേരിട്ട് റിസ്ക് എടുക്കേണ്ടതില്ല. പകരം ഈ ഡ്രോണുകൾ ആകാശത്തുനിന്ന് മരണം വിതയ്ക്കും. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ കൈവരിച്ച ഈ നേട്ടം പ്രതിരോധ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ്. ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഈ പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.